ഞങ്ങളുടെ ഫ്രണ്ട് ഇർഷാദ് ഇന്ന് 9 മണിക്ക് ഇവിടെ ഒരു മീറ്റിങ്ങിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 9 മണി കഴിഞ്ഞ് ഇപ്പോഴും എത്തിയിട്ടില്ല. അപ്പോൾ ഇർഷാദിൻ്റെ ബഡ്ഡിയാണിത്, ദിയ. അപ്പോൾ ദിയക്ക് കുറച്ച് കാരണങ്ങൾ പറയാനുണ്ട് ഇർഷാദ് എന്തുകൊണ്ട് വന്നില്ല. എന്താ ദിയ? He might have got stuck in traffic. ആദ്യം പറഞ്ഞത് he might have got stuck in traffic. ട്രാഫിക്കിൽ കുടുങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലേ? രണ്ടാമത്തെ He might have forgotten that we were meeting today. He might have forgotten that we were meeting today. നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവൻ he might have forgotten, മറന്നിട്ടുണ്ടായിരിക്കാം അല്ലേ? മൂന്നാമത്തേത് He might have reached home. He might have reached home. അവൻ ചിലപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കും, ഓഫീസ് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കും. He might have reached home. ഒന്നുകൂടെ ഉണ്ട്. Or he might have overslept. He might have overslept. Overslept എന്ന് പറഞ്ഞാൽ അറിയാതെ നമ്മൾ കുറച്ച് നേരം കൂടുതൽ ഉറങ്ങിപ്പോകില്ലേ, അപ്പോൾ he might have overslept. അപ്പോൾ അവൻ കൂടുതൽ സമയം ഉറങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊന്നും ഉറപ്പില്ല, ജസ്റ്റ് വീക്കാണ് അല്ലേ? അപ്പോൾ ഈ മൈറ്റ് ഹാവ് കുറേ ആളുകൾക്ക് കൺഫ്യൂഷനുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, മൈറ്റ് ഹാവ് കഴിഞ്ഞിട്ട് തേർഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഹി മൈറ്റ് ഹാവ് ഫോർഗോട്ടൻ. ഓക്കെ, ഹി മൈറ്റ് ഹാവ് വേറെന്തായിരുന്നു? ഹി മൈറ്റ് ഹാവ് ഓവർസ്ലെപ്റ്റ്, ഹി മൈറ്റ് ഹാവ് റീച്ച്ഡ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഹി മൈറ്റ് ഹാവ് റീച്ച്ഡ് ഹോം, അവൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കാം. അവിടെ ഈ മൈറ്റ് ഹാവ് ഒഴിവാക്കിയിട്ട് നമ്മൾ മസ്റ്റ് ഹാവ് എന്ന് ചേർക്കുക. അപ്പോൾ എന്താണ് അർത്ഥത്തിൽ, എന്താണ് അതിൻ്റെ മീനിങ്, എങ്ങനെയാണ് മാറുക? ഹി മൈറ്റ് ഹാവ് റീച്ച്ഡിന് പകരം ഹി മസ്റ്റ് ഹാവ് റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് പറയാണ് അവൻ എന്തായാലും വീട്ടിൽ എത്തിയിട്ടുണ്ടാവും. ഹി മസ്റ്റ് ഹാവ് റീച്ച്ഡ് ഹോം. അങ്ങനെയെങ്കിൽ അവൻ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടാവും. He must have overslept. Yes, he must have overslept. കൂടുതൽ ഉറങ്ങിയിട്ടുണ്ടാവും. അതേപോലെ അവൻ എന്തായാലും ട്രാഫിക്കിൽ കുടുങ്ങിയിട്ടുണ്ടാവും, ഉറപ്പാണ്. He must have got stuck in traffic. Yes. അടുത്തത് അവൻ എന്തായാലും മറന്നിട്ടുണ്ടാവും. He must have forgotten. He must have forgotten. അപ്പോൾ മനസ്സിലായോ? Might have, അതേപോലെ must have. ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരിക്കലും ഇനി കൺഫ്യൂഷൻ ആയത്, സിമ്പിളാണ്. ഇതെല്ലാം ശരിക്കും പഠിക്കുക മാത്രമല്ല, നിങ്ങൾ ഇനി സംസാരിക്കുമ്പോൾ ഇതെല്ലാം സംസാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ പോലെയുള്ള ഒരു ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇഷ്ടമുള്ള സമയത്ത് വളരെ ചെറിയ ഫീൽ ഇംഗ്ലീഷ് പഠിക്കാം. മുകളിൽ ബയോയിൽ ഞങ്ങളുടെ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു. English House, English at your fingertips.